ഒരാൾ 25 വയസ്സാകുമ്പോൾ മരിച്ചാൽ അയ്യോ എന്നും 90 വയസ്സാകുമ്പോഴാണ് മരിക്കുന്നത് എങ്കിൽ ഓക്കെ എന്നുമായിരിക്കും നമ്മുടെയൊക്കെ നോർമൽ റിയാക്ഷൻ. പക്ഷെ നമുക്കറിയില്ലല്ലോ ഈ 25 വയസ്സിൽ മരിച്ച ആളാണോ 90 വയസ്സിൽ മരിച്ച ആളാണോ കൂടുതൽ ക്വാളിറ്റിയോടുകൂടി ജീവിച്ചത് എന്ന്. സത്യത്തിൽ കുറേ നാൾ ജീവിക്കുന്നതിലാണോ വളരെ കുറച്ചു കാലം ക്വാളിറ്റിയോടുകൂടി ജീവിക്കുന്നതാണോ നല്ലത് എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ആർക്കും അറിയില്ല അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മുടെ ടൈം എത്രത്തോളം ക്വാളിറ്റിയോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കുട്ടികളായിരുന്ന സമയത്ത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും സമയം വളരെ പതിയെയാണ് പോകുന്നത്, ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ ഒരു അഡൽട്ട് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വർഷങ്ങളും മാസങ്ങളും ഒക്കെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. 5 വർഷമോ 4 വർഷമോ മുമ്പ് നമ്മൾ ആഘോഷിച്ച ന്യൂ ഇയർ പോലും കഴിഞ്ഞ വർഷമാണ് ആഘോഷിച്ചത് എന്ന് പോലും പല സമയത്തും നമുക്ക് തോന്നുന്നുണ്ടാവും. അത്രത്തോളം വേഗത്തിലാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. ഇതൊന്നും വെറും തോന്നലുകളല്ല, ഇതിനെല്ലാം കാരണങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിനിന് സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ക്ലോക്ക് ഒന്നും കയ്യിലില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ കാലം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവന്റ്സ് വെച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ് തൊട്ട് മറ്റൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റിലേക്ക്. നമ്മളൊരു കുട്ടിയായിരുന്ന സമയത്ത് ആകാശത്ത് നമ്മൾ കാണുന്ന ഒരു ഹെലികോപ്റ്റർ പോലും നമ്മുടെ ലൈഫിലെ ഒരു വലിയ ഇവന്റ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ സിഗ്നിഫിക്കന്റും വളരെ നോട്ടബിളുമായിട്ടുള്ള ഇവന്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ അവിടെ മാർക്ക് ചെയ്യും. എന്നാൽ ഇന്ന് നമ്മുടെ ദിവസം ഒരേപോലെയാണ്, ആഴ്ചകൾ ഒരേപോലെയാണ്, മാസങ്ങൾ ഒരേപോലെയാണ്. സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു ഇവന്റും നമ്മുടെ ലൈഫിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഈ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും എല്ലാം സ്കിപ്പ് ചെയ്താണ് കളയുന്നത്. നമ്മുടെ സമയം വളരെ മീനിങ് ഫുൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ, അത് നമ്മുടെ കരിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഹോബി ആയിരിക്കാം, പല കാര്യങ്ങളും ആയിരിക്കാം. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ഷനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും നല്ല ആരോഗ്യവും നല്ല യാത്രകളും ഒരുപാട് എക്സ്പീരിയൻസുകളും എല്ലാം നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ബെറ്റർ ആക്കും എന്ന് പല സ്ഥലത്തും നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു ചെറിയ റീലിൽ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരെയും കാണാൻ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഈ ഏരിയയിൽ ചിന്തിക്കാനും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ ക്വാളിറ്റിയെ പറ്റി, ആ ഒരു ഏരിയയെ പറ്റി കൂടുതൽ ചിന്തിക്കാനും ആ ഒരു ഏരിയയിൽ കൂടുതൽ ആക്ഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. ആ വീഡിയോ കാണുന്ന സമയം ഒരിക്കലും വേസ്റ്റ് ആയി പോവില്ല.